യുവനടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രതി പൾസർ സുനിയെ പിടികൂടിയതിൽ പോലീസിനെ അഭിനന്ദിക്കുന്നു എന്ന് നടനും സംവിധായകനുമായ ലാൽ. ഇപ്പോൾ സംസാരിക്കേണ്ടത് വേട്ടക്കാരന് വേണ്ടിയല്ല, ഇരയ്ക്ക് വേണ്ടിയാണെന്നും ലാൽ പറഞ്ഞു. നിർമ്മാതാവ് ആൻഡ്രോ ജോസഫിനെതിരെ ഉയർന്ന വിവാദങ്ങളിൽ വിഷമമുണ്ടെന്നും ലാൽ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട ദിവസം നിർമ്മാതാവ് ആൻഡ്രോ ജോസഫിനെ വീട്ടിൽ വിളിച്ചു വരുത്തിയത് താനായിരുന്നു. എന്നാൽ ആൻഡ്രോ ജോസഫിനെക്കുറിച്ച് വിവാദങ്ങൾ ഉയർന്നത് തന്നെ വിഷമിപ്പിച്ചുവെന്നും ലാൽ പറഞ്ഞു. തന്റെ പേര് പോലും ചിലർ വലിച്ചഴിച്ചു. ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുമെന്ന് ഓർക്കണം. ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ മാന്യമായി പെരുമാറിയിരുന്ന പൾസർ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നുവെന്ന് ലാൽ ഓർമ്മിച്ചു. അക്രമത്തിനിരയായ നടിക്കും സുനിയെ അറിയാം. വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള, മര്യാദയുള്ള, മിടുക്കനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരെന്നുള്ള ഇമേജാണ് അവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് അവന്റെ മിടുക്ക്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. അവിടെ എല്ലാവർക്കും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പ്രതിയെ പിടികൂടിയതിൽ പോലീസിനെ അഭിനന്ദിക്കുന്നു. ഇപ്പോൾ സംസാരിക്കേണ്ടത് വേട്ടക്കാരന് വേണ്ടിയല്ല, ഇരയ്ക്ക് വേണ്ടിയാണെന്നും ലാൽ പറഞ്ഞു. തീർച്ചയായിട്ടും ആ ഓപ്പറേഷന് പുറകിൽ ഗൂഢാലോചന ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഈ പോയ ഡ്രൈവറും ആ വണ്ടിയെ കൊണ്ടുവന്നിരിക്കുന്ന വേറെ ടെമ്പോയും അവര് തമ്മിൽ വഴക്കുണ്ടാവുന്നു. ആ വഴക്കുണ്ടായ രണ്ടുപേരും ഒറ്റ ഗ്രൂപ്പിലെ ആളുകളാണെന്ന് പറയുമ്പോൾ അതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമല്ലേ. തൃശൂരിലേക്ക് വാഹനം അയച്ചത് നടി ആവശ്യപ്പെട്ടിട്ടാണ്. രമ്യ നമ്പീശന്റെ വീട്ടിൽ പോകാനാണ് വാഹനം നടി ആവശ്യപ്പെട്ടത്, അല്ലാതെ ഹണി ബി 2-ന്റെ ഷൂട്ടിങ്ങിനായിരുന്നില്ലെന്നും ലാൽ പറഞ്ഞു. ന്യൂ ജനറേഷൻ സിനിമകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ചിലരുടെ നിരാശ മൂലമാണ്. കഞ്ചാവടിച്ച് സിനിമ ഉണ്ടാക്കിയാൽ ഓടില്ലെന്നും ലാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.